വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലി ഫോർ നഴ്സസ് ഹു പ്ലാൻ ടു കം ടു ന്യൂസിലാൻഡ്. അതായത് നമ്മുടെ കുട്ടികൾ നാട്ടിൽ നിന്ന് ഈ ഒരു രാജ്യത്തേക്ക് വരുന്ന സമയത്ത് ഒത്തിരി പാരൻസിൻ്റെ കൺസേണാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒത്തിരി കൺസേണാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അവരുടെ ഒരു ആകുലതൊക്കെ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു കാര്യം പറയുന്നതിലല്ല. ഇപ്പോൾ ഒത്തിരി ഏജൻസികളുണ്ട് അങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഓഫർ അങ്ങനെ പറയലല്ല, മനസ്സിലായോ? അതായത് നമ്മൾ ചുമ്മാ ഒരു നോർമൽ ഒരു ടോക്കിൽ നിർത്തുന്ന കാര്യങ്ങളല്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതിലാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഏജൻസികൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കത്തില്ല. പിന്നെ അതുപോലെ അവർ പല കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ്, അക്കോമഡേഷൻ അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം ഓരോരുത്തർ റെഗുലറായിട്ട് ഒത്തിരി ഓഫറുകൾ കൊടുക്കുന്നതാണ്. അപ്പം ഈ ഒരു രണ്ട് കാര്യം കൊണ്ട് പിള്ളേരെ കാര്യം മതിയോ, നടക്കുമോ? ഇല്ല. അവരെ സംബന്ധിച്ച് ഈ ഒരു രണ്ട് കാര്യം കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ അന്വേഷിച്ച് നടക്കുവാണ്. ഷോപ്പിങ്ങിന് എവിടെ പോകണം, എവിടെയാണ് ചീപ്പ് റേറ്റ് കിട്ടുന്നത്, എവിടെയാണ് ചീപ്പ് റേറ്റിൽ കിട്ടുന്നത്, പിന്നെ ഇതുപോലെ ഇന്ത്യൻ ഷോപ്പ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ കുട്ടികൾ ഇത്രയും പൈസയൊക്കെ മുടക്കി നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷവും ഇതൊക്കെ അന്വേഷിച്ച് സ്വന്തമായിട്ട് അന്വേഷിച്ച് പോകണം. പക്ഷെ നമ്മുടെ സ്പ്ലെൻഡോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ്, അക്കോമഡേഷൻ അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗ്, ഇതെല്ലാം നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഇതൊന്നും എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കണം, അപ്പോൾ അതിന് അരി സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവരിവിടെ വന്നു കഴിഞ്ഞാൽ 3 hours അവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാവും. ഷോപ്പിങ്ങിന് ചീപ്പസ്റ്റ് ആയിട്ട് എവിടെയാണ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് ഇതെല്ലാ സ്ഥലത്തും ഞങ്ങൾ അവരെ കൊണ്ടുപോകും. ഓക്കെ, പിന്നെ അതുപോലെ ഇന്നാളൊരു കാൻഡിഡേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ നിന്ന്, അതായത് അവർ ഓൾറെഡി മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ ഫ്രണ്ട്സൊക്കെ ആരൊക്കെയോ വേറെ ഏജൻസി അവരെല്ലാവരും ഇങ്ങനെ പോകുന്നു. അപ്പം ഞാനൊന്ന് അവരുടെ കൂട്ടത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പറ്റിയൊരു അബദ്ധം പറഞ്ഞു തരാം. കുട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏജൻസികളൊക്കെ എങ്ങനെയാണെന്നറിയോ, ഓരോരുത്തരെ പറഞ്ഞേൽപ്പിക്കും, ഇന്ന സ്ഥലത്തുനിന്ന് പറഞ്ഞ് പറഞ്ഞേൽപ്പിക്കും. അതാണ് നോർമലി എല്ലാവരും ചെയ്യുന്നത്. അപ്പം അന്നേരം പറഞ്ഞേൽപ്പിച്ച ആൾക്ക് ഡ്യൂട്ടി മാറ്റിയെടുക്കാൻ സാധിച്ചില്ല. അപ്പം ആള് വേറെ ആളെ വിടാമെന്ന് പറയുന്നു. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ കൊച്ചു ആകെ പാനിക്കായി, ഇത് എങ്ങനെ പോകും എന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് വരുന്ന ആളുള്ള രാജ്യത്ത് ക്വൈറ്റ് നാച്ചുറൽ അങ്ങനെ ഒരു സംഭവം നടക്കാതിരില്ല. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ ചോദിച്ചു ആര് വഴിയാണ് അപ്പം ഇവിടെ വരെ എത്തിയത്, ആര് വഴിയാണ്? അപ്പം അപ്പോഴാണ് ഈ കുട്ടി ഈ കഥകൾ മൊത്തം പറയുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്ന പാംസ്റ്റനോർത്ത് എന്ന് പറയും, നമ്മുടെ ഇവിടെ ന്യൂസിലാൻഡിൽ. അപ്പോൾ പാംസ്റ്റനോർത്തിൽ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കോളേജ്. ഓക്കെ, ഞാൻ കോളേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റോഡ് സൈഡിലാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല, തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ കോളേജ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. മൊബൈൽ ഒന്ന് എടുത്തോട്ടെ. ദോ ഈ കാണുന്നതുണ്ടോ, ഇതാണ് കോളേജ്. യുക്കോൺ കാണുന്നുണ്ടോ? ശരി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാം. ഇതാണ് കോളേജ്. ഇതാ കാണുന്നത് കണ്ടോ? അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇത്രയും തൊട്ടടുത്താണ് നമ്മുടെ കോളേജുള്ളത്. അപ്പം
നേഴ്സിങ്ങിനൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് സീനിയേഴ്സായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അസൈൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കും. സോ ഈ കിട്ടുന്ന ഇതുപോലെ കിട്ടുന്ന ഒരു സർവീസ് ഐ ഡോണ്ട് തിങ്ക് സോ മറ്റുള്ള ഏജൻസികൾ കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാനങ്ങനെ ആരും തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ സോ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. നേഴ്സിങ്ങിന് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ, സോ നിങ്ങൾ ഡയറക്റ്റായിട്ട് നേരെ നമ്മുടെ പുതിയ ഓഫീസ് ഇപ്പോൾ അങ്കമാലി TB ജംഗ്ഷനിലുണ്ട്. നേരെ TB ജംഗ്ഷനിലേക്ക് വിളിക്കുക. നമ്മുടെ കൗൺസിലർ പ്രവീൺ എന്ന് പറഞ്ഞ ആളവിടെയുണ്ട്. ആളായിട്ട് വിളിച്ച് സംസാരിക്കുക. പിന്നെ ഇവിടെ വന്നതിന് ശേഷമുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഡയറക്റ്റ് എയർപോർട്ടിൽ വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് ഫുൾ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ട്രാക്കിലാക്കി നിങ്ങൾക്ക് തരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ താമസിക്കുന്ന ഇത്രയും തൊട്ടടുത്താണ്, കോളേജിൻ്റെ ഇത്രയും തൊട്ടടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വിളിപ്പുറത്ത് നമ്മളിവിടെ ഉണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാളായിട്ട് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഇതേ സെയിം കാര്യം തന്നെ പറയണേ. അതായത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ നമ്പർ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ നഴ്സിംഗ് ആയാലും എന്ത് ഇതായാലും ന്യൂസിലാൻഡിലേക്ക് വരാൻ താല്പര്യമുണ്ടോ നേരെ വിളിക്കാൻ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നഴ്സിംഗ് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇതിനകത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്ക് ഏത് കോഴ്സായാലും നേരെ സ്പ്ലെൻഡറിലേക്ക് വിളിക്കുക. ന്യൂസിലാൻഡ് ആണോ ഒന്ന് നോക്കാൻ നേരെ സ്പ്ലെൻഡറിലേക്ക് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലി നഴ്സിങ്ങിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ളത് വീഡിയോസ് നമ്മുടെ യൂട്യൂബിനകത്തും പിന്നെ പ്ലസ് ഞാൻ ഈ കമൻറ്റ് ബോക്സിനകത്തും ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഇൻ്റർവ്യൂവിൻ്റെ, അതായത് നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റി മാനേജേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, പിന്നെ പഠിപ്പിക്കുന്നവരായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ മെയിനായിട്ട് പഠിപ്പിക്കുന്ന ഒരാളായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഇൻ്റർവ്യൂ നടത്തുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്, പേര് നിത്യ എന്നാണ്. അപ്പോൾ ആളുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി കാര്യങ്ങൾ, അതായത് നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഏതൊക്കെ രീതിയിലാണെന്നുള്ള ഫുൾ വീഡിയോ അതിനകത്ത് കാണിക്കുന്നത്, ഫുൾ കാര്യങ്ങളും അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. ഓക്കെ, വീഡിയോയിൽ കൂടെ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ നേരെ എന്നെ വിളിച്ചാലും മതി. എൻ്റെ ഫോൺ നമ്പറാണ് ലാസ്റ്റ് 17 എന്നുള്ളത് എൻ്റെ ബിസിനസ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്, വിപിൻ, സ്പ്ലെൻഡർ ന്യൂസിലാൻഡ്. താങ്ക് യു.